നമസ്കാരം. വാങ്കഡയിലെ കടലിരുമ്പത്തെ സാക്ഷിയാക്കി ഇംഗ്ലീഷ് പടയെ 7 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ T20 ലോകകപ്പിന്റെ ഫൈനലിൽ. റൺമഴ പെയ്ത സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ ത്രില്ലർ പോരാട്ടത്തിൽ മുട്ടുകുത്തിച്ചാണ് സൂര്യകുമാർ യാദവും സംഘവും കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തത്. മലയാളി താരം സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് ബാറ്റിംഗും അവസാന ഓവറുകളിലെ സമ്മർദ്ദത്തെ അതിജീവിച്ച പ്രകടനവുമാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. സ്കോർ ഇന്ത്യ 252-ൽ 7, ഇംഗ്ലണ്ട് 246-7 എന്നിങ്ങനെയായിരുന്നു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഉയർത്തിയത് 254 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിച്ച സഞ്ജു സാംസൺ വാങ്കഡയെ പൂരപ്പറമ്പാക്കി മാറ്റി. വെറും 42 പന്തിൽ നിന്ന് 7 സിക്സറുകളും 8 ഫോറുകളും അടക്കം 89 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് വമ്പൻ സ്കോറിന്റെ സമ്മർദ്ദത്തിൽ തുടക്കത്തിലെ പിഴച്ചു. ഓപ്പണർ ഫിൽ സാൾട്ടിനെയും ഹാരി ബ്രൂക്കിനെയും തുടക്കത്തിലെ മടക്കി ബുംറയും സംഘവും കളി നിയന്ത്രിച്ചു. മധ്യനിരയിൽ ജേക്കബ് ബദേൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ വിജയതീരത്ത് എത്താനായില്ല. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് T20 ഫൈനൽ. ന്യൂസിലൻഡാണ് കിരീട പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ. കിരീടത്തിലേക്ക് ഇനി ഒരു ചുവട് കൂടി മാത്രം. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടി സഞ്ജു സാംസൺ. 42 പന്തിൽ 8 ഫോറും 7 സിക്സും അടക്കം 89 റൺസാണ് താരം കുറിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് രണ്ടാം ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയും നഷ്ടമായി. വിൽ ജാക്സിന്റെ പന്തിൽ ഫിൽ സാൾട്ടിന് ക്യാച്ച് നൽകി താരം മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 20 റൺസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ഓവറിൽ സഞ്ജുവിന്റെ ഒരു പാളിയ ഷോട്ട് ഹാരി ബ്രൂക്കിന് നേരെ വന്നെങ്കിലും താരം കൈവിട്ടു. ആ ക്യാച്ചിന്റെ വില വൈകാതെ തന്നെ ഇംഗ്ലീഷ് നായകൻ അറിഞ്ഞു. പിന്നാലെ ഇറങ്ങിയ ഇഷാൻ കിഷനെ കൂട്ടുപിടിച്ച് സഞ്ജു പതിയെ ഗീർ മാറ്റി. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി പിന്നിട്ട സഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനമായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ പ്രത്യേകത. സഞ്ജു പുറത്താകുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ 160-ലെത്തിയിരുന്നു. ഇംഗ്ലണ്ട് നിരയിൽ പന്തെടുത്തവരെയൊക്കെയും ആ ബാറ്റിന്റെ ചൂടറിഞ്ഞു. കൃത്യമായി സ്ട്രൈക്ക് റൊട്ടേഷനും ബൗണ്ടറികളുമായി ഇഷാൻ കിഷൻ മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യൻ സ്കോർ ബോർഡിൽ അതിവേഗം റൺസ് ഉയർന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 67-1 എന്ന നിലയിലായിരുന്നു ഇന്ത്യ. അടുത്ത ഓവറിൽ പ്രീമിയർ സ്പിന്നർ ആദിൽ റഷീദിനാണ് ബ്രൂക്ക് പന്ത് ഏൽപ്പിച്ചത്. ആദ്യ പന്തിൽ താരത്തെ ബൗണ്ടറിയോടെ വരവേറ്റ സഞ്ജു തൊട്ടടുത്ത ഓവറിൽ ലിയാം ഡൗസനെ 6-ന് പറത്തി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 9-ാം ഓവറിൽ സാം കറൻ കൂടി അടി വാങ്ങിയതോടെ ഇന്ത്യൻ സ്കോർ 3 അക്കം കടന്നു. T20 ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകെട്ടും ഇതോടെ സഞ്ജു ഇഷാൻ സഖ്യം സ്വന്തമാക്കി. 2007 എഡിഷനിൽ സെമി ഫൈനലിൽ റോബിൻ ഉത്തപ്പ യുവരാജ് സിംഗ് സഖ്യം തീർത്ത റെക്കോർഡാണ് ഇരുവരും മറികടന്നത്. ആദിൽ റഷീദിന്റെ രണ്ടാം ഓവറിൽ വിൽ ജാക്സിന് ക്യാച്ച് നൽകി ഇഷാൻ മടങ്ങിയതോടെ ശിവൻ ദുബൈ ക്രീസിലെത്തി. പിന്നെ ഇരുവരും ചേർന്നായിരുന്നു ഇംഗ്ലീഷ് ബൗളർമാരെ പഞ്ഞുകെട്ടത്. ജാമി ഓവർട്ടനും ജോഫ്രെ ആർച്ചറും അടക്കം പന്തെടുത്ത മുഴുവൻ ഇംഗ്ലീഷ് താരങ്ങളും ബൗണ്ടറി വരെ കടന്നു. ഒരു വേള സഞ്ജു സെഞ്ചുറിയിലെത്തുമെന്ന് തോന്നിച്ചെങ്കിലും ഒരിക്കൽ കൂടി വിൽ ജാക്സ് അവതരിച്ചു. 13-ാം ഓവറിലെ ആദ്യ പന്തിൽ ജാക്സിനെ ബൗണ്ടറി കടത്താനുള്ള ശ്രമത്തിനിടെ ഡീപ് കവറിൽ ഫിൽ സാൾട്ടിന് ക്യാച്ച് നൽകി താരം മടങ്ങി. നായകൻ സൂര്യകുമാർ യാദവ് അതിവേഗം മടങ്ങിയെങ്കിലും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും എല്ലാം ബൗളർമാരെ കണക്കിന് പ്രഹരിച്ചതോടെ ഇന്ത്യ 253 എന്ന ടോട്ടലിലെത്തി. ഇംഗ്ലണ്ട് നിരയിൽ ആദിൽ റഷീദ്, വിൽ ജാക്സ് എന്നിവർ 2 വിക്കറ്റ് നേടിയപ്പോൾ ജോഫ്രെ ആർച്ചർ 1 വിക്കറ്റുമാണ് നേടിയത്.